26 പേരാണ് ഗാസയിൽ ഇസ്രായേലിന്റെ വെടിവയ്പിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിൽ രണ്ട് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു. അതിന് പിന്നാലെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലാണ് 26 പലസ്തീനികൾ ഗാസയിൽ കൊല്ലപ്പെട്ടത്. റഫായിൽ നടന്ന ആക്രമണത്തിൽ അതിൽ ആദ്യം ഇസ്രായേലിന്റെ ടാങ്കിന് നേരെ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് വെടിവെപ്പുണ്ടായെന്നും ആ വെടിവെപ്പിലാണ് 2 പേർ കൊല്ലപ്പെട്ടതെന്നും ഇസ്രായേൽ ആരോപിച്ചു. പിന്നാലെ തുടർന്ന് നടത്തിയ ആക്രമണത്തിലാണ് 26 പലസ്തീനികൾ കൊല്ലപ്പെട്ടത്. വെടിനിർത്തലിന്റെ ശക്തമായ ലംഘനമെന്ന് ആരോപിച്ചുകൊണ്ട് ഹമാസും അതുപോലെ പലസ്തീനിലുള്ള ആൾക്കാരും രംഗത്തെത്തി. എന്നാൽ തൊട്ടു പിന്നാലെ അമേരിക്കയുടെ ഇടപെടലുണ്ടായി. അതുപോലെ ഗാസ സമാധാന കരാറുമായി ബന്ധപ്പെട്ട് ഇടപെട്ട രാജ്യങ്ങൾ ഇടപെട്ടു. പിന്നാലെയാണ് ഇത്തരത്തിൽ ഗാസയിൽ വീണ്ടും വെടിനിർത്തൽ നിലവിലുണ്ടെന്നും അത് വെടിനിർത്തൽ കരാറിനൊന്നും സംഭവിച്ചിട്ടില്ല. എന്നാൽ ഹമാസ് വീണ്ടും ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് അല്ലെങ്കിൽ ഗാസയെ ഒരു യുദ്ധത്തിലേക്ക് വലിച്ചഴക്കുന്നുവെന്ന് ഇസ്രായേൽ സൈന്യത്തിന്റെ അടക്കമുള്ള ആരോപണങ്ങൾ നിലവിൽ വന്നു. പിന്നാലെ JD വാൻസ് ഇടപെട്ടു. ഇത്തരത്തിൽ ഇനി ഹമാസിന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളൊന്നും ഉണ്ടാവരുതെന്നുള്ള കർശനമായ നിലപാട് JD വാൻസിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അങ്ങനെ വലിയ രീതിയിൽ ഒരു ആക്രമണം അത് ഇന്നലെ ഉണ്ടായി. എന്നാൽ അത് മറ്റൊരു തലത്തിലേക്ക് കടക്കാതെ ഇപ്പോൾ വീണ്ടും ഗാസ ഒരു സമാധാനത്തിന്റെ പാതയിലേക്ക് പോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നാൽ അതേസമയം തന്നെ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് ഇപ്പോഴും 16 ബന്ദികളുടെ മൃതദേഹങ്ങൾ ഹമാസ് ഇസ്രായേലിന് നൽകാനുണ്ട്. അവർ ആ ബന്ദി കൈമാറ്റം തടസ്സപ്പെടുത്തുകയാണ്, അത് വച്ച് നീട്ടുകയാണ് എന്നുള്ള പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അത്തരത്തിലൊരു ആരോപണം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. എന്നാൽ ഹമാസ് പറയുന്നത് അങ്ങനെ ബന്ദികളെ തങ്ങൾക്ക് വച്ചുകൊണ്ടിരിക്കേണ്ട ഒരാവശ്യവുമില്ല, ബന്ദികളെ കയ്യിൽ വെച്ചിട്ട് നമുക്ക് ഒരാവശ്യവുമില്ല. എന്നാൽ ആ ബന്ദികളുടെ കൈമാറ്റം വൈകാൻ കാരണം ഇവരുടെ മൃതദേഹങ്ങൾ വച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് അതിനെ പുറത്തെടുക്കാൻ കഴിയുന്നില്ല. അതിന് കുറച്ചുകൂടെ സാങ്കേതികമായിട്ടുള്ള സഹായങ്ങൾ വേണമെന്നുള്ളതാണ് ഹമാസിന്റെ നിലപാട്. ഹമാസ് ആവശ്യപ്പെടുന്നത് അത് കിട്ടാത്തത് കൊണ്ടാണ് ഇപ്പോൾ ബന്ദികളുടെ മൃതദേഹങ്ങൾ ഇസ്രായേലിന് കൈമാറാൻ കഴിയാത്തത് എന്നുള്ളതാണ് ഹമാസിന്റെ ആരോപണം, ഹമാസ് മുന്നോട്ട് വയ്ക്കുന്ന കാര്യം. എന്നാൽ അതേപോലെ തന്നെ ഹമാസിന്റെ നിരായുധീകരണവും ഈ ഘട്ടത്തിൽ ചർച്ചയാകുന്നുണ്ട്. ഹമാസിന്റെ നിരായുധീകരണം എന്ന് പറയുന്നത് എത്രയും വേഗം ഉണ്ടാക്കണമെന്നാണ് JD വാൻസ് അടക്കം ആവശ്യപ്പെടുന്നത്, US വൈസ് പ്രസിഡന്റ്. അതിന് സൈന്യം അറബ് രാജ്യങ്ങളുടെ അല്ലെങ്കിൽ ഈ ഗാസ സമാധാന കരാറിന് ഒപ്പം നിൽക്കുന്ന രാജ്യങ്ങളുടെ ഒരു സംഘം, അവരുടെ സായുധ സംഘം ഗാസയിൽ വേണം. അവിടെ അതുമായി ബന്ധപ്പെട്ട് അവരുടെ ലോ ആൻഡ് ഓർഡർ, അവിടുത്തെ നിയമങ്ങളും അവിടെ ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളത് കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു സംഘം വേണം എന്നുള്ളതാണ് അമേരിക്കയുടെ ആവശ്യം. അവർ അവിടെ എത്തി ഹമാസിന്റെ നിരായുധീകരണം ഉറപ്പാക്കണമെന്നാണ് JD വാൻസ് ആവശ്യപ്പെടുന്നത്.